നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് വനം വകുപ്പിന് സാറ്റലൈറ്റ് ഫോണടക്കം വാങ്ങാൻ 3.71 കോടി രൂപ അനുവദിച്ചു. ഉൾക്കാടുകളിൽ നിന്നും വിവരങ്ങൾ അപ്പോൾ തന്നെ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതോടെ അതിവേഗം വന്യജീവി സംഘർഷ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വകുപ്പിന് കഴിയുമെന്ന വിലയിരുത്തൽ. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം. ഇതോടെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി പ്രവർത്തകർ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ശാന്തൻപാറ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ മികച്ച ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി നരിയമ്പാറ കൽത്തൊട്ടി വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടക്കെട്ട ചേമ്പളം റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിനായി 10,60,00,000 രൂപ അനുവദിച്ചു. ജില്ലയിൽ അടിസ്ഥാന ഭൗതിക വികസന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. മാനദണ്ഡങ്ങൾ പാലിച്ച് വാടകയ്ക്കെടുത്ത ഹോട്ടലിന്റെ കരാർ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കിയതിനെതിരെ വീട്ടമ്മ സമരരംഗത്തേക്ക്. DTPCയുടെ നടപടിക്കെതിരെ നിയമ നടപടിയും സമര പരിപാടികളും ആരംഭിക്കാനൊരുങ്ങുന്നത് പുളിക്കത്തൊട്ടി കാവും വാതുക്കൽ മിഴ്സി റോയ്. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് വനംവകുപ്പിന് സാറ്റലൈറ്റ് ഫോണടക്കം വാങ്ങാൻ 3.71 കോടി രൂപ അനുവദിച്ചു. ഉൾക്കാടുകളിൽ നിന്നും വിവരങ്ങൾ അപ്പോൾ തന്നെ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതോടെ അതിവേഗം വന്യജീവി സംഘർഷ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വകുപ്പിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. സാറ്റലൈറ്റ് ഫോണും ഡിജിറ്റൽ സംവിധാനങ്ങളും അടക്കമുള്ള ആധുനികവൽക്കരണത്തിന് വനംവകുപ്പിന് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ ഏജൻസി മുഖേന 3.72 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 36 ജില്ലാ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളുടെയും സംസ്ഥാന കൺട്രോൾ റൂമിന്റെയും പ്രവർത്തനങ്ങളുടെ ഏകോപനവും ആധുനികവൽക്കരണവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മൊബൈൽ ഫോണും മറ്റ് ആശയവിനിമയോപാധികൾക്ക് സാധ്യതയില്ലാത്തതുമായ ഉൾക്കാടുകളിൽ നിന്നും വിവരങ്ങൾ അപ്പോൾ തന്നെ സാധ്യമാക്കാൻ ഇതിലൂടെ കഴിയും. ലഭ്യമായ വിവരങ്ങൾ ഉടൻ ജില്ലാതലത്തിലും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലും എത്തിക്കുന്നതിനും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കും. ഇതിലൂടെ അതിവേഗം വന്യജീവി സംഘർഷ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വകുപ്പിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം. ഇതോടെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ശാന്തൻപാറ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് നടുക്കുടിയിൽ ബിജുവും കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചത്. ഈ സംഭവത്തിൽ ഇവരുടെ കൂടെയുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ മൊഴി തിരുത്തി. ജെയ്സണും ബിജുവും ജലാശയത്തിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ തങ്ങളും സമീപത്തുണ്ടായിരുന്നു എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. ജലാശയത്തിൽ കുളിക്കാൻ ഡാം സുരക്ഷാ ജീവനക്കാർ അനുവദിക്കാത്തതിനെ തുടർന്ന് ജെയ്സന്റെ കാറിൽ 4 പേരും മടങ്ങിയെന്നും പൂപ്പാറയിലെത്തിയപ്പോൾ തങ്ങളെ ഇറക്കിയ ശേഷം ബോഡിനായ്ക്കന്നൂരിന് പോവുകയാണെന്ന് പറഞ്ഞ ജെയ്സണും ബിജുവും കാറിൽ മടങ്ങിയെന്നുമായിരുന്നു ഇവർ ആദ്യം പോലീസിനോടും നാട്ടുകാരോടും പറഞ്ഞത്. എന്നാൽ നുണ പറഞ്ഞതുകൊണ്ട് മനസ്സമാധാനമില്ലെന്ന് ഇവരിൽ ഒരാൾ പലരോടും പറയുകയും പോലീസ് ഈ വിവരമറിഞ്ഞ ഇരുവരെയും കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയ് ചാത്തനാട്ട് പറഞ്ഞു. ഈ ജെയ്സന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് കൂടത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നവർ അന്ന് കൊടുത്ത മൊഴിയിൽ നിന്നും വിഭിന്നമായിട്ടുള്ള മൊഴികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും ഒരു ദുരൂഹത അതിൻ്റെ അകത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് പോലീസ് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് ദുരൂഹത ഒഴിവാക്കണം എന്ന് മാത്രമാണ് പറയാൻ. വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഇരുവരെയും കൊണ്ട് പോലീസ് ജലാശയത്തിൽ അപകടം നടന്ന ഭാഗത്തെത്തി തെളിവെടുത്തു. പ്രാഥമിക അന്വേഷണത്തിൽ ജെയ്സന്റെയും ബിജുവിന്റെയും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും കൂടെയുണ്ടായിരുന്നവർ ഭയം കൊണ്ട് ആദ്യം നുണ പറഞ്ഞു എന്നാണ് വിലയിരുത്തലെന്നും ശാന്തൻപാറ CI വ്യക്തമാക്കി. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവികമായൊന്നും ഉള്ളതായി വ്യക്തമായിട്ടില്ല. എങ്കിലും വിശദമായ തെളിവെടുപ്പും അന്വേഷണവും നടത്തുമെന്നും ശാന്തൻപാറ പോലീസ് വ്യക്തമാക്കി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ മികച്ച ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി നരിയമ്പാറ കൽത്തൊട്ടി വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടക്കെട്ട ചേമ്പളം റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിനായി 10,60,00,000 രൂപ അനുവദിച്ചു. ജില്ലയിൽ അടിസ്ഥാന ഭൗതിക വികസന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കാഞ്ചിയാറിൽ പറഞ്ഞു. കാഞ്ചിയാർ പഞ്ചായത്തിലാണ് ഗതാഗത സൗകര്യം
നല്ല നിലയിൽ ഒരുക്കുന്നതിനു വേണ്ടി സാധ്യമാകത്തക്ക വിധത്തിലാണ് കരിയമ്പാറ കടുത്തൊട്ടി വെള്ളാങ്കണ്ടം കിഴക്കേമാട്ടുകട്ട ചേമ്പളം റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തി പ്രവർത്തനം ആരംഭിക്കുന്നതിന് 10,60,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുട്ടിക്കാനത്തുനിന്ന് കട്ടപ്പനയ്ക്ക് വരുന്ന റോഡ് അന്താരാഷ്ട്ര നിലവാരമുള്ള വലിയ റോഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെയും പ്രത്യേക ജില്ലയിലെയും കഴിയുന്നത്ര എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനദണ്ഡങ്ങൾ പാലിച്ച് വാടകയ്ക്കെടുത്ത ഹോട്ടലിന്റെ കരാർ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കിയതിനെതിരെ വീട്ടമ്മ സമരരംഗത്തേക്ക്. പുളിക്കത്തുട്ടി കാവുംപാതുക്കൽ മേഴ്സി റോയിയാണ് DTPCയുടെ നടപടിക്കെതിരെ നിയമ നടപടിയും സമരപരിപാടികളും ആരംഭിക്കാനൊരുങ്ങുന്നത്. DTPCയുടെ പത്രപരസ്യത്തിലൂടെ വിവരമറിഞ്ഞ മേഴ്സി നിയമാനുസരണം ടെൻഡർ നൽകുകയായിരുന്നു. 5 പേർ കരാറിൽ പങ്കെടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ വാടക വാഗ്ദാനം ചെയ്തത് മേഴ്സി ആയതിനാൽ കരാർ മേഴ്സിക്ക് ഉറപ്പിച്ചു നൽകി. കരാർ ഉറപ്പിച്ചതിനെ തുടർന്ന് 2.5 ലക്ഷം രൂപ അഡ്വാൻസായും പിന്നീട് 7,01,150 രൂപയും ഉൾപ്പെടെ 9,51,150 രൂപ DTPCക്ക് നൽകി. എഗ്രിമെന്റിനുള്ള മുദ്രപത്രവും DTPCയിൽ വാങ്ങി നൽകി. തുടർന്ന് 8 ലക്ഷം രൂപയ്ക്ക് ഉപകരണങ്ങളും വാങ്ങി. ഹോട്ടലിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇവിടെ ജോലി ചെയ്തിരുന്ന 12 തൊഴിലാളികളെ വാടക വീടെടുത്ത് അവർക്ക് ഭക്ഷണവും പണവും നൽകി. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് DTPC സെക്രട്ടറി കരാർ റദ്ദു ചെയ്തുവെന്ന് അറിയിക്കുന്നത്. കരാർ എടുത്തപ്പോൾ പറഞ്ഞിരുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടും യാതൊരു കാരണവുമില്ലാതെ താക്കോൽ തിരിച്ചു വാങ്ങുകയായിരുന്നു. ST വിഭാഗത്തിൽപ്പെട്ട വനിതയായതിനാലാണ് തന്റെ സംരംഭത്തെ തഴഞ്ഞതെന്ന് മേഴ്സി ആരോപിച്ചു. ആ ഉറപ്പിക്കുന്ന അന്ന് തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഇതിന്റെ 3 പൈസ നമ്മളോട് അപ്പം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. നിപ്പിൽ തന്നെ നമ്മൾ ആ 3 ലക്ഷം ഏകദേശം 2.25 ലക്ഷം രൂപ നമ്മൾ അവിടെ അടയ്ക്കുകയും കൊട്ടേഷൻ അവർ താൽക്കാലികമായിട്ട് ഉറപ്പിച്ചു തരികയും ചെയ്തു. അതായത് ഈ ടെൻഡർ പൊട്ടിക്കുന്നത് 29-ാം തീയതിയാണ്, 8-ാം മാസം 29-ാം തീയതിയാണ്. അതിനുശേഷം നമ്മൾ പല ദിവസങ്ങളിൽ അവിടെ ചെന്നെങ്കിൽ ഇത് തുറക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അവർ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ അംഗീകരിച്ച് മുദ്രപത്രം വാങ്ങിച്ചു കൊടുത്തു. അവർ പറഞ്ഞതിന് പ്രകാരം വാടകയായ 7,42,500 പ്ലസ് GST, അതിൻ്റെ കൂടെ 1 ലക്ഷം രൂപ സെക്യൂരിറ്റി പൈസ ചേർത്ത് 9,76,150 രൂപ ഞാൻ SBI ബാങ്കിൽ നിന്നും ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. എന്നാൽ നിലവിൽ അത് തുറക്കുന്നതിന് ഞാനൊരു വനിത ആയതുകൊണ്ടും ഇപ്പോഴത്തെ കളക്ടർ ഒരു വനിത ആയതുകൊണ്ട് ഞാൻ അവരെ ഉദ്ഘാടനത്തിനായിട്ട് അവരുടെ ഡേറ്റ് അന്വേഷിച്ച് അവരുടെ കളക്ടറേറ്റിൽ ഞാൻ ചെന്നു. അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ വൈകിട്ട് പറയാമെന്നാണ് എന്നോട് അവർ പറഞ്ഞത്. വൈകിട്ടായിട്ടും ഡേറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ DTPC സെക്രട്ടറിനെ വിളിച്ചപ്പോൾ സെക്രട്ടറിയാണ് പറഞ്ഞത് അത് തുറക്കാൻ പറ്റത്തില്ല. കാരണം അന്വേഷിച്ചപ്പോൾ അവർ കാരണമൊന്നും പറയുന്നില്ല. എനിക്കറിയത്തില്ല. സെക്രട്ടറി എന്നോട് പറഞ്ഞത് കാരണമൊന്നും എനിക്കറിയത്തില്ല, കളക്ടറാണല്ലോ ഇതിൻ്റെ രക്ഷാധികാരി. വാടക വീട്ടിൽ താമസിക്കുന്ന തങ്ങൾക്ക് 2 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ബുദ്ധിമുട്ടായതിനാലാണ് ഹോട്ടൽ നടത്താൻ തീരുമാനിച്ചതെന്നും മേഴ്സി പറയുന്നു. ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തതിലും ഉപകരണങ്ങൾ വാങ്ങിയതിലും പെയിന്റിംഗ് നടത്തിയതിലും പലചരക്ക് സാധനങ്ങൾ വാങ്ങിയ ഇനത്തിലും 10 ലക്ഷം രൂപയിലധികം നഷ്ടം വന്നിട്ടുണ്ട്. DTPCയിൽ അടച്ച തുക തിരികെ കിട്ടിയെങ്കിലും പണയം വെച്ചും പലിശയ്ക്ക് വാങ്ങിയും മുടക്കിയ തുകയുടെ പലിശയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടൽ ടെൻഡർ ഇല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് മേഴ്സി പറയുന്നു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കരാറെടുത്ത തന്നെ ഒഴിവാക്കി തന്റെ നഷ്ടം തരാതെ മറ്റാർക്കെങ്കിലും ഹോട്ടൽ നടത്തുന്നതിന് കരാർ നൽകിയാൽ മരണം വരെ ഹോട്ടലിന് മുമ്പിൽ നിരാഹാര സമരം നടത്തുമെന്നും മേഴ്സി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, പട്ടികവർഗ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് മേഴ്സി പരാതിയും നൽകി. കടുത്ത വരൾച്ചയിൽ ഏലകൃഷി നശിച്ച കർഷകർക്കായി 10 കോടി രൂപ സർക്കാർ അനുവദിച്ചത് ആശ്വാസകരമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നിൽ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ മിറ്റിഗേഷൻ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത്. ഇതിനായി പ്രവർത്തിച്ച മുഖ്യമന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി എന്നിവരെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 കോടി രൂപ ഏലം കർഷകർ പ്രയോജനം ചെയ്യുമെന്നാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനും അതുപോലെ കൃഷിമന്ത്രി പ്രസാദും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഇടുക്കിയിലെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വരെ ഇങ്ങനെ ഒരു കാർഷിക നമ്മുടെ ഏലം നശിച്ചാലോ കുരുമുളക് നശിച്ചാലോ സർക്കാരിൽ നിന്നൊരു പാക്കേജോ അതിനുള്ള ധനസഹായമോ ലഭ്യമല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം
നമുക്ക് സർക്കാർ 10 കോടി രൂപയാണ് ഈ നഷ്ടം സഹിച്ച കർഷകർക്ക് വേണ്ടി പൈസ അനുവദിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളും 13,000 കർഷകർ കൃഷി ഭവൻ വഴി ഈ സഹായത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ 13,000 ആളുകളെ ഈ ഫണ്ട് വഴി സഹായിക്കാൻ കഴിയും. നമുക്ക് ഇതാകത്ത് പ്രത്യേകമായി ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഫണ്ട് വെച്ചിരിക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരൾച്ചാ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം കർഷകർക്കേറെ പ്രയോജനം ചെയ്യുമെന്ന് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ സ്റ്റുനി പോത്തൻ. ഏലം കർഷകരുടെ ദയനീയ അവസ്ഥ അധികൃതരിൽ എത്തിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ ഏറെ സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഏല കർഷകർ നാളിതുവരെ നേടാത്ത അങ്ങേയറ്റം ഏറ്റവും മോശകരമായ വരൾച്ചയാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് നമുക്കുണ്ടായത്. ഈ ഒരു വിഷയം അധികാര കേന്ദ്രങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മുന്നിട്ടിറങ്ങിയാണ് നമ്മുടെ ഇടുക്കിയെ പ്രതികരിക്കുന്ന ആദരണീയനായ ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ ഇടപെടലോടുകൂടി അദ്ദേഹം ശ്രീ പി പ്രസാദ്, ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദുമായി ചേർന്ന് ഒരു മന്ത്രിതല സന്ദർശനം ഇവിടെ ഇടുക്കിയിൽ നമ്മുടെ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഏലം മേഖലയിൽ ഉണ്ടായേക്കുന്ന വരൾച്ചാ നാശനഷ്ടങ്ങൾ മനസ്സിലാക്കുവാൻ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 10 കോടി രൂപയുടെ സഹായ പാക്കേജ്, ദുരിതാശ്വാസ സഹായനിധി വരൾച്ചയായിട്ട് ബന്ധപ്പെട്ട് ഏലം മേഖലയ്ക്ക് നൽകുകയും ഉണ്ടായി എന്നുള്ള കാര്യം അങ്ങേയറ്റ സ്വാഗതാർഹവും വളരെ സന്തോഷത്തോടെയും കേരള കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ വണ്ടമേട് അങ്ങേയറ്റ സ്വാഗതത്തോടെ സ്വീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പാക്കേജ്, ഈ ഒരു തുക അർഹതപ്പെട്ട കർഷകരിൽ തന്നെ എത്തണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യവും അധികാര കേന്ദ്രങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വന്യമൃഗ ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് CPIക്ക് കീഴിലുള്ള AYF, NFIW എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണെന്നും വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPIക്ക് കീഴിലുള്ള AYF, NFIW എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചത്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് ഇപ്പം ഫോറസ്റ്റുകാരുടെ പണി കാശുണ്ടാക്കാനുള്ള വരുമാനമാണ് ഉണ്ടാക്കാനുള്ള പണിയായി മാറിയിരിക്കുകയാണ്. രാജമലയിലെ ലക്ഷങ്ങളാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. KFDCയിലെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല, മരം വിറ്റ് നിൽക്കുന്ന ആദിവാസി കുടികളിലെ മരങ്ങളെ അനധികൃതമായിട്ട് വിറ്റുമുറിച്ച് മരമാത്മനും കാശ് വാങ്ങി കൈക്കുരുമാ സ്ഥിതിയാണ് ഇന്നോട് വൈലപ്പിന്റെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് കാശുണ്ടാക്കുന്ന സ്ഥാപനമായി ഫോറസ്റ്റ് മാറുകയാണ്. എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെയും തോട്ടുതൊഴിലാളി ജീവനെ സംരക്ഷിക്കുവാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജമല പാർക്ക് തുറക്കുമ്പോൾ CPI എന്നൊരു പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ കാണിച്ചു തരാം. വൈൽഡ് ലൈഫിന്റെയും അവരുടെ പ്രവർത്തകരുടെയും എല്ലാം മുമ്പ് ഞങ്ങൾ കാണിച്ചു തരാം. ഒരു കാരണവശാലും ആ സ്ഥാപനം തുറക്കിപ്പിക്കില്ല. മൂന്നാറിലെ ജനങ്ങൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാതെ നിങ്ങളുടെ KFDC ആവട്ടെ, ഈ പറഞ്ഞ രാജമല പാർക്കാവട്ടെ അടച്ചിരുത്തപ്പെടുന്ന സാഹചര്യം ഞങ്ങൾ വലിയ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരുമെന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് AIYF മണ്ഡലം സെക്രട്ടറി T രാജ അധ്യക്ഷനായി. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. പ്രശ്നക്കാരായ കാട്ടാനകളെ അടിയന്തരമായി ഉൾക്കാട്ടിലേക്ക് മാറ്റണം. അല്ലാത്തപക്ഷം സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് യോഗത്തിൽ സംസാരിച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി T ചന്ദ്രപാൽ, കാമരാജ്, ശാന്തി മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ 26ാമത് സമ്മേളനമാണ് കട്ടപ്പനയിൽ വെച്ച് നടന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം, അടിമാലി, ഇടുക്കി, കട്ടപ്പന, നെടുങ്കണ്ടം, പീരുമേട്, തൊടുപുഴ യൂണിറ്റുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിതവും ന്യായവുമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനും നിലവിലുള്ളവ സംരക്ഷിച്ച് വർധനവ് വരുത്തുന്നതിനും ഫയലിംഗ്, പേയ്മെന്റ് നടപടികളിൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കി നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായ അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ തൊഴിൽ സ്ഥിരത കൈവരിക്കുന്നതിനും ഉചിതമായ ചർച്ചകൾ നടത്തി തീരുമാനം സമ്മേളനമെടുത്തു. അധികാര കേന്ദ്രങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ചിട്ടുള്ള നിവേദനങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും കാലതാമസം കൂടാതെ പരിഹാരം കാണുന്നതിന് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ സമ്മേളനം അഭ്യർത്ഥിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഭിമാനപൂർണമായ ഒരു തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി
പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് കേരള അഡ്വക്കേറ്റ് പ്രസ് അസോസിയേഷൻ. ഏറെക്കുറെ 80-കൾക്ക് മുമ്പ് കേരളത്തിലെ ചില യൂണിറ്റുകളിൽ മാത്രം ഒതുങ്ങി, അപൂർവം ചില യൂണിറ്റുകളിൽ മാത്രം ഒതുങ്ങി സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന, അത് ആലപ്പുഴയിലെ ആലപ്പുഴ യൂണിറ്റ്, അല്ലെങ്കിൽ കോഴിക്കോട് ഒരു യൂണിറ്റ്, അങ്ങനെ കേരളത്തിലെ അപൂർവം ചില യൂണിറ്റുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിരുന്ന ഒരു തൊഴിൽ മേഖലയുടെ സംഘടനയെ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളും എല്ലാ ജില്ലകളെയും കോർത്തിണക്കി ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ദീർഘകാലത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ചെറുതെങ്കിലും അഭിമാനപൂർണമായ ചില നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി K കുര്യൻ മുഖ്യ അതിഥിയായി. അജയ് കുമാർ വിജയൻ, K ശിവപ്രസാദ്, സുധീർ ബാബു, S സതീഷ്, കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കട്ടപ്പന അഡീഷണൽ പ്രൊജക്ടിന്റെ കീഴിലുള്ള അങ്കണവാടി ജീവനക്കാർ സമരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വണ്ടൻമേട്ടിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു. പ്രൊജക്ട് ലീഡർ ജാൻസി റിജി ഉദ്ഘാടനം ചെയ്തു. താഴത്തെ വണ്ടൻമേട്ടിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ടൗൺ ചുറ്റി സമാപിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ നിയമനം സ്ഥിരപ്പെടുത്തുക, വർക്കർക്ക് 25,000 രൂപയും ഹെൽപ്പർക്ക് 20,000 രൂപയും ശമ്പളം വർദ്ധിപ്പിക്കുക, TA അനുവദിക്കുക, ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക, പെൻഷൻ അനുവദിക്കുക, ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപ വീതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പാടുകൾക്ക് ഞങ്ങൾക്ക് ശരിയായ വേതനം നൽകേണ്ടതാണ്. ഞങ്ങളെ ഗവൺമെൻറ് ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. ലാസ്റ്റ് ഗ്രേഡിന് നൽകുന്ന ഒരു സാലറി ഞങ്ങൾക്ക് നൽകേണ്ടതാണ്. ഞങ്ങളുടെ കയ്യിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ പൊന്നുപോലെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരെ നോക്കുന്നുണ്ട്. സാമൂഹ്യനിധി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് സാമൂഹ്യനിധി ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. 33,115 അംഗൻവാടി വർക്കർമാരും അത്രയും തന്നെ ഹെൽപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഈ വേതനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് എവിടെ ഇറങ്ങിയാലും ഒരു 18,000 രൂപ അതിൽ കൂടുതൽ സർക്കാർ ശമ്പളമുള്ള ജോലികളിലാണ് ആൾക്കാർ കൂടുതലും. ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും ഒരാഴ്ചയിൽ 3,000 രൂപ കിട്ടും. ഞങ്ങൾക്ക് കിട്ടുന്നത് വെറും 333 രൂപ അടുത്തുള്ള ഒരു ചെറിയൊരു തുകയാണ് കിട്ടുന്നത്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള എല്ലാ ജോലികളും ഏൽപ്പിക്കും. കാരണം അംഗൻവാടിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ചെയ്തു തരും, കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്തു തരും. ഇതാണ് അവരുടെ ധാരണ. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്നുകൊണ്ട് അവശതയെ അനുഭവിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രോജക്ട് ലീഡർ ജാൻസി റിജി പറഞ്ഞു. താഴെത്തട്ടിലുള്ള ഏറ്റവും സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കുക. ഞങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ ആനുകൂല്യങ്ങളും അംഗനവാടി പ്രവർത്തകർക്ക് തരിക. ഞങ്ങൾക്ക് സമയം ക്രമീകരിക്കുക. അതൊക്കെ ചെയ്ത് കൃത്യസമയത്ത് ഞങ്ങൾ 9:30 തൊട്ട് 3:30 വരെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഹൗസ് വിസിറ്റിന് പോയി അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തം ജോലികൾ ചെയ്യാൻ വയ്യാത്ത സാഹചര്യം. അങ്ങനെ എല്ലാ തരത്തിലും പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഞങ്ങൾ മാറുന്നു. ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു പ്രശ്നം എന്ന് പറയുന്നത് കളക്ടർ നമുക്ക് മഴക്കെടുതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് അവധിയില്ല. കുട്ടികൾ വരണ്ട എന്ന് ഒരുപക്ഷെ പറയും. ജീവനക്കാർ അത് കാറ്റും മഴയ്ക്കും പോയി അവിടെ പോയി കുത്തിയിരുന്നോണം. മരം വീണാലും ബിൽഡിംഗ് വീണാലും ഞങ്ങൾക്ക് അത് പ്രശ്നമില്ല. ഞങ്ങൾ മനുഷ്യരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തരത്തിലും ഞങ്ങൾക്ക് യാതൊരുവിധ ഗുണമെന്ന് പറയാൻ ഞങ്ങൾക്കില്ല. പിന്നെ എന്തൊക്കെ സഹായിക്കുന്നു, ഒരു കൈ ചെറിയൊരു സഹായമേ ഞങ്ങളുടെ ഗവൺമെൻറ്റുകൾ ഞങ്ങൾക്ക് തരുന്നുള്ളൂ. ഇതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാക്കിക്കൊണ്ട് നമുക്ക് അതിന് മാറ്റം ഉണ്ടാകണം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ അംഗനവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തി വൻ പ്രക്ഷോഭം ആരംഭിക്കാനാണ് തീരുമാനം. മിനി പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷീന തോമസ്, ബിന്ദു NK, മിനിമോൾ CG, രജനി R, അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഉയർവ് 2025 എന്ന പേരിൽ തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. പലവിധ മാനസിക ശാരീരിക വൈകല്യങ്ങൾ നേരിടുമ്പോഴും കലാപരമായും കായികമായുമുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വ വികസനത്തിന് വഴിതെളിക്കുകയാണ് ഭിന്നശേഷി കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഭിന്നശേഷി കലോത്സവം കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി അല്ലാത്തവർ വലിയ ആൾക്കാരല്ല. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള പോരായ്മകളുണ്ടാവും, കഴിവുകളുണ്ടാവും. അത് ചിലർ എന്തോ അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ, നന്നായിട്ട് എല്ലാവരെയും ഒത്തുചേർത്ത് കൂട്ടിപ്പോകാൻ പറ്റുന്നവർ, അവരാണ് ശരി. ചുറ്റുമുള്ളവരെല്ലാം ഡിഫറെന്റ് ആണെന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല, എല്ലാവരും ഇൻഡിവിജ്വലി സ്പെഷ്യൽ ആണ്, യുണീക്ക്, ബ്യൂട്ടിഫുൾ ആണ്. അത് നമ്മൾ കണ്ടിട്ട് അങ്ങനെ തന്നെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇടുക്കി ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി ഭിന്നശേഷി താരങ്ങൾ കലോത്സവത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, അംഗങ്ങളായ സിബിച്ചൻ തോമസ്, ബിനോയ് വർക്കി, റിൻഡാമോൾ, ഉഷാ മോഹൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിമാനം നിർമ്മിച്ച് മികവ് തെളിയിച്ച സജി കരിങ്കുന്നത്തിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. KPMS ഇരട്ടിയാർ ശാഖാ വാർഷികം നടന്നു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഇരട്ടിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ സ്വയം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വിദ്യാഭ്യാസം നേടിക്കൊടുക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും പഴയകാല തലമുറയിൽ നിന്ന് അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം കൊണ്ട് മാറുകയും കാലത്തിനനുസരിച്ച് മഹാത്മാ അയ്യങ്കാളി ഗുരുദേവൻ നയിച്ച ആ വില്ലുവണ്ടി യാത്ര മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു മന്ത്രി ഇല്ലാതെ പോകുന്നത്. അതിന് കാരണം നമ്മൾ പഠിക്കുന്ന ഭാഗമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ പട്ടികജാതി പട്ടിക വകുപ്പിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കേരളത്തിൽ 30%-ലേറെ ജനസംഖ്യ ആനുപാതികമുള്ള പട്ടികജാതിക്കാർക്കൊരു മന്ത്രി ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരോടാണ് പ്രതികരിക്കുന്നത്? രാജു ഇഞ്ചക്കാട് അധ്യക്ഷനായിരുന്നു. ഷാജി കൊച്ചുകുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സംഘം പ്രസിഡന്റ് ഗംഗ PK, സെക്രട്ടറി രജനി PR, TK അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയും കാഞ്ചിയാർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് അമ്മയ്ക്കൊരു കരുതൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വരുമാനം കുറവുള്ള കുടുംബങ്ങളിലെ 40-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്നാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീകളിലെ യൂട്രസ്, സെർവിക്കൽ, ഒവേറിയൻ ക്യാൻസറുകൾ, അനിയന്ത്രിത രക്തസ്രാവം എന്നീ രോഗങ്ങൾ നിർണ്ണയിക്കാനുള്ള പരിശോധന ക്യാമ്പിൽ നടന്നു. VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. രോഗം സ്ഥിരീകരിക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലേക്ക് ഷോർ ആശുപത്രിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയിലൂടെ സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കും. BPL കാർഡില്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകും. ലേക്ക് ഷോർ ആശുപത്രിയുടെ അമ്മയ്ക്കൊരു കരുതൽ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. സംസ്ഥാനത്തുടനീളം 5000 വനിതകളെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും 500 പേർക്ക് അടിയന്തര ശസ്ത്രക്രിയ ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനങ്ങൾക്കായി നടത്തപ്പെടുന്ന ഇത്തരത്തിലെ ആരോഗ്യ ക്യാമ്പുകൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാറിമാറി കാലാവസ്ഥയും അതിന്റെ പ്രതികൂല ഫലങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വളരെ കാലങ്ങൾക്ക് മുമ്പേ കുടിയേറിയ ജനത ഇവിടെ താമസം ഉറപ്പിച്ച് എൻ്റെ പിൻതലമുറക്കാരായി ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നി. ഇത്തരത്തിലുള്ള ഒരു പദ്ധതി പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടി തയ്യാറാക്കുന്നു എന്നുള്ളത് ഡോക്ടർ കാർത്തി പറഞ്ഞ ഹ്രസ്വമായ ആദ്യത്തെ പ്രാരംഭ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മുടെ നാടിന് ഏറ്റവും ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും അത് വീട്ടിൽ പറയാൻ മടിക്കും.
കുട്ടികളുടെ ഹസ്ബൻഡ് ജീവിത സാഹചര്യം, നമ്മുടെ കുറച്ച് ദിവസം മാറി നിന്നാൽ വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് സഹനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ത്യാഗത്തിൻ്റെയും ഭാഗമായി അതൊക്കെ മറച്ചുവെച്ച് ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചുകൊണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു വലിയ രോഗാവസ്ഥയിൽ ചെന്ന് മരിക്കുന്ന സ്ഥിതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും, വലിയ തോതിലുള്ള വിഷമങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് നല്ലൊരു അവയർനെസ് ഇത്തരത്തിൽ നമുക്ക് നൽകാൻ ഡോക്ടർ ലക്ഷ ഹോസ്പിറ്റലിലെ MD ഉൾപ്പെടെ എത്തി എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. ലേക്ക് ഷോർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ S മുനിസ്വാമി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐശ്വര്യ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ്, ഡോക്ടർ കാർത്തി AP, അസോസിയേറ്റ് കൺസൾട്ടന്റ് അനു S കടയത്ത, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള അവാർഡ് നേടിയ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെ ആലക്കോട് സ്വാന്തവനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് VM ചാക്കോ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളും ജനകീയ വിഷയങ്ങളിലെ കൃത്യമായ ഇടപെടലുമാണ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ അവാർഡിന് അർഹനാക്കിയത്. കലയന്താനി ടൗണിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് VM ചാക്കോ അധ്യക്ഷനായിരുന്നു. കലയന്താനി സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കരിമ്പാറ, കൊന്താല പള്ളി ജുമാ മസ്ജിദ് ഇമാം അൽ ഹാഫിസ് മുഹമ്മദ് ഷാഫി അൽ ഹസനി, KE ജബ്ബാർ, MJ മാത്യു, PK ശിവദാസ്, PT സലീം, രാഹുൽ രവി, ഫ്രാൻസിസ് ചെമ്പ്ലാങ്കൽ, റോജി വല്ലത്ത തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ അക്ബറിന്റെ പുതിയ പുസ്തകം നിന്നെക്കുറിച്ചുള്ള കവിതകളുടെ പ്രകാശനം അടിമാലിയിൽ നടന്നു. പച്ച ആഴ്ചപത്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രണയ കവിതകളുടെ സമാഹാരമായി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. അക്ബറിന്റെ 5ാമത്തെ പുസ്തകമാണിത്. നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ജീവിത വഴിയിലെ ചുറ്റുപാടുകളെ എഴുത്തിനോട് ചേർത്തുള്ള രചനാശൈലിയാണ് സാഹിത്യകാരനായ അക്ബർ നീര്യമംഗലത്തിൻ്റെത്. അക്ബറിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ് നിന്നെക്കുറിച്ചുള്ള കവിതകൾ. പട്ടാമ്പി ലോഗോസ് ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം അടിമാലി ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവിതകൾ 5ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. നല്ല ഒരു സദസ്സിൽ തന്നെ അത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷം അതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന അടിമാലിയെ തെരഞ്ഞെടുക്കുന്ന ഇടുക്കിയെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടുക്കി വലിയ കലാകാരന്മാരുടെ തന്നെ ഒരു നാടാണ്. പക്ഷെ ആ കലാകാരന്മാരെ കൂടെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ച് കൂട്ടി കൊണ്ടുപോകാൻ ഇത്തരമൊരു വേദിയിൽ കൂടുന്ന എല്ലാവരും കൂടെ ശ്രമിച്ചാൽ കുറെ കൂടി നല്ല നിലയിലേക്ക് കിട്ടുന്ന കലാകാരന്മാരെ വളർത്തിയെടുക്കുവാൻ കഴിയും. അറിയപ്പെടാത്ത ഒരു കലാകാരനെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നുണ്ട്. ആ കലാകാരന്മാരെ കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യകത നടന്നിരിക്കുകയാണ്. നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അക്ബറിന്റെ ഭാര്യ നബീസ അക്ബർ പുസ്തകം സ്വീകരിച്ചു. അത് പ്രകൃതിയായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിനെ പ്രണയിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെന്നുള്ളതാണ്. നമുക്കാർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. ആർക്കും തന്നെ ഞാൻ പറയുന്നില്ല, 90% ആളുകൾക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള എന്തിനേയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയതിനു ശേഷമാണ് അത് പ്രണയത്തിലേക്ക്, ഏറ്റവും ഇഷ്ടമുള്ളതിനെ നമ്മൾ പ്രണയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു എഴുത്താണ് എല്ലാ കവിതകളിലും തെളിഞ്ഞു നിൽക്കുന്നത്. കവി ശ്രീകുമാർ കരിയാട് മുഖ്യ അതിഥിയായി. സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട പുസ്തകാസ്വാദന പ്രഭാഷണം നടത്തി. പച്ച ആഴ്ചപത്രം പത്രാധിപർ സത്യൻ കോനാട്ട്, എഴുത്തുകാരൻ CS റജികുമാർ, ഷീലാലാൽ, സന്തോഷ് കുമാർ MM തുടങ്ങി സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ വിവിധ ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. അക്ബറിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിൽ 4 എണ്ണം കവിതാ സമാഹാരങ്ങളും 1 എണ്ണം കാടനുഭവങ്ങളുമാണ്. എഴുത്തിനൊപ്പം മാധ്യമ പ്രവർത്തനം കൂടി ഒപ്പം കൊണ്ടുപോകുന്ന അക്ബർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ സാഹിത്യ പുരസ്കാരം, സംസ്കാര സാഹിതി അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. നബീസയാണ് ഭാര്യ. അഹാന, സുനേന എന്നിവർ മക്കളാണ്.
കട്ടപ്പനയിൽ നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനും അംഗങ്ങളുടെ ഉല്ലാസത്തിനും വിനോദത്തിനും ക്ഷേമത്തിനുമായി രൂപീകരിച്ച നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനമാണ് നടന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കാഴ്ചപ്പാട് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഒരു കൂട്ടായ്മയിൽ സഹവസിക്കുവാനും സർവത്വത്തിൽ ജീവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും തികഞ്ഞ ആത്മീയമായ ഭൗതികമായ ജീവിതത്തിൻ്റെ സന്തോഷം. അത് തലമുറകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ആ കുടുംബങ്ങളെ തമ്മിൽ കണ്ണി ചേർക്കാൻ കഴിയുന്ന നിലയിൽ ബന്ധം ഇതിലൂടെ രൂപപ്പെടുകയും പരസ്പര സഹായത്തിനും അതോടൊപ്പം ഏത് സ്നേഹത്തിൽ എവിടെയും എന്നതുപോലെ ഒരുമിച്ചെടുക്കാൻ കഴിയുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഇതിൻ്റെ ഭാഗമായി തോന്നുന്നത്. ഞാൻ എല്ലാവിധമായ ആശംസകൾ ചെയ്യുന്നു. നമ്മുടെ നാടിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പമാണ് കുടുംബങ്ങൾ. ആ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കൊടുക്കുകയും അതിന് കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. നമുക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. ആ കുടുംബങ്ങൾ എന്ന നിലയിൽ അയൽപക്ക ബന്ധങ്ങളെയും കൂടി നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുമ്പോൾ അത് എന്തുമില്ലാത്ത ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടി ഒരവസ്ഥയായി തോന്നുന്നു. കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഗാർഡനിംഗ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ചടങ്ങിൽ വിപിൻ വിജയൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ഷാജി കുത്തോടി, ഷമേജ് ജോർജ്, രജിത രമേശ്, ഫാദർ വർഗീസ് തണ്ണിപ്പാറ, ജോബി എം ജേക്കബ്, ബൈജു വി എസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗത്വ വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വയം സഹായ സംഘങ്ങളെയും കുടുംബശ്രീയെയും ഉൾപ്പെടുത്തി സംയുക്ത വാർഷികം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഗ്രാമമായി രാജകുമാരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന രാജകുമാരി സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങളെയും കുടുംബശ്രീകളെയും ഉൾപ്പെടുത്തിയാണ് സംയുക്ത വാർഷികം സംഘടിപ്പിച്ചത്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷവും കലാകായിക മത്സരങ്ങളുടെയും ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു നിർവഹിച്ചു. ഇന്ന് മുറ്റത്തൊരു ബാങ്കാണ് നിങ്ങളെല്ലാവരും. കാരണം നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാൻ ത്രാണിയുള്ള സംഘങ്ങൾ എത്തുന്നുണ്ട്. വെറും ഒരു ലിസ്റ്റിൽ ഒപ്പിട്ട് ഒരു ലിസ്റ്റിൽ തീരുമാനമെടുത്ത് ആ സംഘങ്ങളുടെ കമ്മിറ്റി കൂടി 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാൻ ത്രാണിയുള്ള സംഘങ്ങളാക്കി ഇതിനെ മാറ്റിയെങ്കിൽ രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ പഴയ ഭരണസമിതി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭരണസമിതി എത്ര ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജെ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ ജനറൽ കൺവീനർ റോയിസ് കറിയ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി ജോയി, മഞ്ജു ബിജു, പ്രോഗ്രാം കൺവീനർ ജെയ്മി ജോൺ, സെക്രട്ടറി അമ്പിളി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചറ AKM UP സ്കൂളിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കട്ടപ്പന ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഹുസൂർ, ബീൻസ്, തക്കാളി, വഴുതന, ഉരുളക്കിഴങ്ങ്, ചീര തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്ത 100 മേനി വിളവെടുത്തത്. കട്ടപ്പന ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വേറെ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് പോലെയല്ല. നമ്മൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ കമ്പ്യൂട്ടർ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ ഒന്നുമല്ല. കൃഷി നമ്മുടെ ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ സംസ്കാരമായതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ കൃഷി നമ്മുടെ മനസ്സിൽ വേര് കുഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ കൃഷി പഠിച്ചത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ കാണും. എന്ത് കാര്യം നമ്മൾ സാധാരണ പണ്ട് മുതലേ കർഷകർ ചെയ്യുന്നതിന് ആ റീസൺ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞങ്ങളൊക്കെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ സാധാരണ കർഷകരെ സഹായിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ പഠനങ്ങൾ ഉപയോഗിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. കുട്ടികളിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ താല്പര്യം ഉണർത്തുന്നതിനായി 7ാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ പുകയില കഷായം എന്ന ജൈവ കീടനാശിനിയാണ് പച്ചക്കറിയുടെ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത്. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന് തുടക്കം കുറിച്ചുള്ള സമൂഹ പറയെടുപ്പ് നടന്നു. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും മറ്റുമാണ് സമൂഹ പറയെടുപ്പ് നടന്നത്. പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് സമൂഹ പറയെടുപ്പ് നടന്നത്.
ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമൂഹ പറയെടുപ്പ് ആരംഭിച്ചത്. 3 ദിവസങ്ങളിലായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും പറയെടുപ്പ് നടക്കും. 24, 25 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാൽ മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷം. വേനൽ കനത്തതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്നറിയിച്ചിട്ടുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാൽ മേഖല. വേനൽ കനത്തതോടെ ഇവിടെയും കാട്ടാനശല്യം രൂക്ഷമായി. തീറ്റ തേടി കാട്ടാനകൾ കൂടുതലായി കാടിറങ്ങി തുടങ്ങിയതോടെ പഴമ്പള്ളിച്ചാൽ മേഖലയിലെ ആളുകളുടെ ജീവിതവും ദുസ്സഹമാണ്. വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയുണ്ട്. ഏത് സമയവും കാട്ടാനകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകാമെന്ന ആശങ്ക ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. റബ്ബർ വെട്ടിയാൽ പാലെടുക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ഈ പരിസ്ഥിതി ഇവിടം വരെ ഞങ്ങളുടെ മുറ്റത്ത് ഇവിടം വരെ ആന വരും. പെൻസിലിംഗ് ഇടാമെന്ന് സർക്കാരിൽ നിന്ന് പറയുന്നല്ലാണ്ട് പെൻസിലിംഗ് ഇടുന്നുമില്ല. അതിനെപ്പറ്റി ഒരു തീരുമാനം പോലും ഇല്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ MP യോട് എല്ലാം ആവശ്യപ്പെട്ട് അവർ സംവിധാനം ചെയ്യാമെന്ന് തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നതല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു രാത്രി ആയാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ ഒരു 6 മണി കഴിഞ്ഞിട്ട് 6 മൈലിലേക്ക് നടന്നു പോകാൻ പറ്റില്ല. വണ്ടിയെ പോലും പോകാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിള്ളേരൊക്കെ ആണെങ്കിൽ രാവിലെ പോകുമ്പോൾ സ്കൂൾ വണ്ടി വരെ ആന തടയുന്നു. അങ്ങനെയുള്ള സംവിധാനമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികാര ഭാഗത്തുനിന്നൊരു ഇതുണ്ടായി എന്തെങ്കിലും സംവിധാനം ചെയ്തു തരുന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ പലപ്പോഴും വലിയ തോതിൽ നാശം വിതച്ചാണ് തിരികെ കാട് കയറുന്നത്. കൃഷി ജോലികൾക്കായി വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ കർഷകരെത്തുന്നത് കാട്ടാനകളെ ഭയന്നാണ്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്നറിയിച്ചിട്ടുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഈ പദ്ധതികൾ നടപ്പിലാക്കി പ്രദേശത്തെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് വനം വകുപ്പിന് സാറ്റലൈറ്റ് ഫോണടക്കം വാങ്ങാൻ 3.71 കോടി രൂപ അനുവദിച്ചു. ഉൾക്കാടുകളിൽ നിന്നും വിവരങ്ങൾ അപ്പോൾ തന്നെ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതോടെ അതിവേഗം വന്യജീവി സംഘർഷ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വകുപ്പിന് കഴിയുമെന്ന വിലയിരുത്തൽ. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം. ഇതോടെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി പ്രവർത്തകർ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ശാന്തൻപാറ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. കാഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ മികച്ച ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി നരിയമ്പാറ കൽത്തൊട്ടി വെടിലാങ്കണ്ടം കിഴക്കേ മാട്ടക്കെട്ട ചേമ്പളം റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിനായി 10,60,00,000 രൂപ അനുവദിച്ചു. ജില്ലയിൽ അടിസ്ഥാന ഭൗതിക വികസന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. മാനദണ്ഡങ്ങൾ പാലിച്ച് വാടകയ്ക്കെടുത്ത ഹോട്ടലിന്റെ കരാർ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കിയതിനെതിരെ വീട്ടമ്മ സമരരംഗത്തേക്ക്. DTPCയുടെ നടപടിക്കെതിരെ നിയമ നടപടിയും സമര പരിപാടികളും ആരംഭിക്കാനൊരുങ്ങുന്നത് പുളിക്കത്തൊട്ടി കാവും വാതുക്കൽ മിഴ്സി റോയ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.